ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മളുടെ ലൈഫിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളറിയാതെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ പ്രത്യേകിച്ച് വലിയ ഇടപെടലുകൾ ഒന്നുമില്ലാതെ നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം പർപ്പസ്ഫുള്ളി അല്ല ഇൻറ്റൻഷനലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങളുടെ കാര്യമാണ്, അല്ലെങ്കിൽ നമുക്കുണ്ടാക്കി അങ്ങനെ എടുക്കാൻ പറ്റുന്ന മാറ്റങ്ങളുടെ കാര്യമാണ്. ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റിസൾട്ടുകൾ, ഔട്ട്കംസ് എന്നൊക്കെ പറയും. അത് നമ്മുടെ ലൈഫിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നല്ല മാറ്റങ്ങളാണെങ്കിൽ പോസിറ്റീവായിട്ടും, മറിച്ചാണെങ്കിൽ നെഗറ്റീവായിട്ടും നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പൊതുവെ കൺസേൺഡ് അല്ലാത്ത ആൾക്കാർ ഒട്ടനവധിയുണ്ട്. അവരാ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും നമുക്ക് അവരുടെ ലൈഫിൽ കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ബോധപൂർവം നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതുവഴി നമ്മുടെ ലൈഫിനെ ക്വാളിറ്റി ഉള്ളതാക്കിയെടുക്കുക, നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുക, ലൈഫിൽ പ്രോഗ്രസ് എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നും അതിൽ നിന്നും മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് എത്തുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ നല്ല മാറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം എന്താണ് വേണ്ടത്? നമുക്ക് നല്ല ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നല്ല പ്രവൃത്തികൾ, ക്രിയാത്മകമായിട്ടുള്ള എന്നർത്ഥം വരുന്ന രീതിയിൽ നമുക്ക് പറയാം. ക്രിയേറ്റീവ് ആക്ഷൻസ്. എല്ലാ വ്യക്തികളും പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും പ്രവർത്തിക്കുന്നതാണ്. പ്രവർത്തനം എന്ന് പറയുമ്പം നടക്കുന്നതും അങ്ങോട്ട് പോകുന്നതും ഓടുന്നതും ചാടുന്നതും സംസാരിക്കുന്നതും ഇല്ലേ, ഒക്കെ തന്നെ പ്രവൃത്തികളാണ് തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകണം. ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അതിനുള്ള ഒരു മറുമരുന്ന്. നമ്മുടെ ലൈഫിൽ സക്സസ് അല്ല, നമ്മുടെ ലൈഫ് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ അതിനുള്ള മറുമരുന്ന് ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് ആക്ഷൻസാണ്. ക്രിയേറ്റീവ് ആക്ഷൻ, ഹെൽത്തി ആക്ഷൻസ് അത് പറയാം. ഹെൽത്തി ആക്ഷൻസ് നമുക്കെന്തും പ്രവർത്തിക്കാം, പക്ഷേ ഇവിടെ നമുക്ക് ക്രിയാത്മകമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്നാൽ മാത്രമേ അത് ക്രിയാത്മകമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിത്തരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴും ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നല്ല എവിടെയും ഔട്ട്പുട്ട് നല്ലതാണെങ്കിൽ ഇൻപുട്ട് നല്ലതാണ്, അതിനിടയ്ക്കുള്ള പ്രോസസ്സും നല്ലതാണ്. അപ്പോൾ നല്ല റോ മെറ്റീരിയൽ കൊണ്ട് മാത്രമേ നമുക്ക് നല്ല ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ. വളരെ സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള റോ മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള ഇൻപുട്ടാണെങ്കിൽ, സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള റോ മെറ്റീരിയൽ ആണെങ്കിൽ മെച്ചപ്പെട്ട ഔട്ട്പുട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ, അതുണ്ടാകത്തില്ല. അപ്പം ഏതിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആക്ഷൻസിൽ നിന്ന് മാത്രമേ ക്രിയേറ്റീവായിട്ടുള്ള അല്ല റിമാർക്കബിളായിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളുടെ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് പോരാ എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ടും റിസൾട്ടും അത്രയ്ക്ക് പോരാ എന്ന് തന്നെയായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം ആക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആക്ട് ചെയ്തേ പറ്റത്തുള്ളൂ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ. ആക്ഷൻ ഈ പറഞ്ഞ ക്രിയേറ്റീവായിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹെൽത്തി എന്ന് നമുക്ക് വേണേൽ പറയാം. ഹെൽത്തി എന്ന് പറഞ്ഞാൽ ആരോഗ്യം, നമ്മൾ മസിലല്ല ഞാൻ പറയുന്നത്, ഹെൽത്തി ആയിരിക്കണം. ഈ പറഞ്ഞ ക്രിയാത്മകമായിരിക്കണം. എന്നുവെച്ചാൽ നമുക്കെന്തെങ്കിലും വാല്യൂബിളായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നതായിരിക്കണം എന്നർത്ഥം വരുന്നത്.
അല്ല നമ്മൾ ടൈം വേസ്റ്റിന് വേണ്ടി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ഔട്ട്പുട്ടും അതുപോലെ തന്നെ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും നമുക്ക് നൽകത്തില്ല. അതുകൊണ്ടാണ് ഹെൽത്തി ആക്ഷൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. അൺഹെൽത്തി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം തൽക്കാലത്തേക്ക് നമുക്കൊരു സുഖവും സന്തോഷവും കംഫർട്ടും കൺസലേഷനും ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ ലോങ് ടൈമിൽ അത് നമ്മളെ തീർച്ചയായിട്ടും തിരിച്ചടിക്കും, സെറ്റ് ബാക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള പ്രവൃത്തികളാണ് അൺഹെൽത്തി അല്ലെങ്കിൽ ക്രിയേറ്റീവ് അല്ലാത്ത ആക്ഷൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്രിയേറ്റീവ് ആക്ഷൻസ് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ തന്നെയും ലോങ് ടൈമിൽ നമുക്കത് ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും പ്രയോജനവും ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ വി ഹാവ് ടു ആക്ട്. ഇനി നമ്മൾ ആക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കത്തില്ല. ബിക്കോസ് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളെ അനലൈസ് ചെയ്യാം, പഠിക്കാം. അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ റിസൾട്ടിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ റിസൾട്ടിലേക്ക് ലീഡ് ചെയ്ത ആക്ഷൻസ് വീണ്ടും നമ്മൾ അതേ രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് റിപ്പീറ്റഡ് റിസൾട്ട് കിട്ടത്തില്ല, ഒരു ചേഞ്ച് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അല്ലേ. അപ്പം ആക്ഷനിൽ കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിനെ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം നമ്മുടെ ആക്ഷനെ. അത് പര്യാപ്തമായിരുന്നു, അപ്രോപ്രിയേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇനപ്രോപ്രിയേറ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ആക്ഷനെ നമുക്ക് വീണ്ടും റീസ്ട്രക്ചർ ചെയ്ത് അല്ലെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓൺലി ത്രൂ ആക്ഷൻസ് വി ഗെറ്റ് റിസൾട്ട്സ്, അത് ഉറപ്പാണ്. സോ വി ഹാവ് ടു ആക്ട്, വി വിൽ ഹാവ് ടു ആക്ട്. നമുക്ക് ആക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് എന്ന് വെച്ചാൽ പ്രവർത്തിക്കാൻ വരും. ആക്ട് ചെയ്യാൻ അഭിനയിക്കുക എന്നുള്ള ആക്റ്റല്ല ഞാൻ പറഞ്ഞത്, പ്രവൃത്തി നമ്മൾ പ്രായോഗികമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. എക്സിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് പ്ലാൻ മാത്രമേ ഉള്ളതെങ്കിൽ ഇഫ് ദർ ഈസ് നോ എക്സിക്യൂഷൻ നത്തിങ് വിൽ ഹാപ്പൻ. നമ്മൾ വളരെ മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ കേട്ട് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ട് മാത്രം ടൈം വേസ്റ്റ് ചെയ്തുള്ളതെങ്കിൽ ബട്ട് വി ആർ നോട്ട് ആക്ടിങ്, നമ്മൾ ആക്ടിങ് ചെയ്യുന്നില്ലെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ. നമ്മൾ പെർഫെക്റ്റ് എന്ന് പറയുന്ന കണ്ടീഷന് വേണ്ടി, ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അല്പം കൂടെ പഠിച്ചിട്ട്, അല്പം കൂടെ അറിഞ്ഞിട്ട്, അല്പം കൂടെ നമ്മൾ പ്രിപ്പയർ ആയിട്ട്, അല്പം കൂടെ ഹോംവർക്ക് ചെയ്തിട്ട് ഞാൻ ആക്ട് ചെയ്യാം നാളെ, ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് വിൽ ഹാപ്പൻ. അപ്പം വി ഹാവ് ടു ആക്ട്, വി ഹാവ് ടു പ്ലാൻ. നമുക്ക് പ്ലാൻ ചെയ്യണം, പ്ലാനിങ് ഉണ്ടാവണം. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു എക്സിക്യൂട്ട് ഓൾസോ, ആക്ഷനും ഉണ്ടാവണം. അപ്പം സക്സസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ളൊരു കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഇറ്റ് ഈസ് ആക്ഷൻ ബട്ട് ക്രിയേറ്റീവ് ആക്ഷൻ. എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാൻ ഉണ്ടാകണം, പ്ലാനിനെ ബേസ് ചെയ്തിട്ട് എക്സിക്യൂഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാകണം. മൂവ്മെൻറ്റ്, കാരണം മൂവ്മെൻറ്റ് ആണ് നമുക്ക് ക്ലാരിറ്റിയും കോൺഫിഡൻസും തരുന്നത്. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ഷനിൽ കൂടെയാണ് നമുക്ക്, ഇപ്പം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്നില്ലെന്നിരിക്കട്ടെ, നമ്മളതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് വിൽ ഗിവ് അസ്, നമുക്കത് ഫിയറും ഡൗട്ടും ആങ്സൈറ്റിയും ഒക്കെ തരും. പക്ഷെ നമ്മൾ വെൻ വി പ്ലഞ്ച് ഇൻ ടു ആക്ഷൻ, നമ്മൾ പ്രവൃത്തി ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഉണ്ടായിരുന്ന ഭയവും ഭീതിയും ആശങ്കയൊക്കെ മാറും. ഇത്രയേ ഉള്ളായിരുന്നു എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ആ ആക്ഷനിൽ കൂടെ നമുക്കൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ റിസൾട്ടിന് നമ്മൾ പഠിച്ച് അത് ഒന്നുകിൽ ഇത് മതി, അല്ലെങ്കിൽ നമുക്ക് ഇത് പര്യാപ്തമല്ല, നമ്മുടെ ആക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ നമുക്ക് ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കൊരു മെസ്സേജ് തരും, ഇൻഫർമേഷൻ തരും. ആക്ടിവിറ്റി കൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു മെസ്സേജാണ്, ഒരു ഇൻഫർമേഷനാണ്, അത് ഡേറ്റയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിനെ നമുക്ക് ഫർദറായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ റിസൾട്ടിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ആ റിസൾട്ടിലേക്ക് നമ്മളെ നയിച്ച് നമ്മളെടുത്ത ആക്ഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാം, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. തെറ്റായ റിസൾട്ടിലേക്ക്, അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത റിസൾട്ടിലേക്ക്, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് അല്ലാത്ത റിസൾട്ടിലേക്ക് നമ്മളെ നയിച്ച ആക്ഷനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ ആക്ഷൻ അത്യാവശ്യമാണ്. ഈ ആക്ഷൻ നമ്മൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് നമ്മൾ ബാഡ് ഹാബിറ്റ് എന്നൊക്കെ പറയുന്നത്. ഒരേ റിസൾട്ട് തരുന്ന, എന്നാൽ ആ റിസൾട്ട് നമുക്ക് അനുയോജ്യമല്ല നമ്മുടെ ലൈഫിൽ. പക്ഷേ അതിനെക്കുറിച്ച് ആരും കോൺഷ്യസ് അല്ല. അത് നമ്മൾ ഡെയിലി അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ വി ഗെറ്റ് ദ സെയിം റിസൾട്ട്. സോ ദാറ്റ് റിസൾട്ട് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി.
ആൻഡ് ദാറ്റ് മേക്സ് us അൺഹാപ്പി. നമ്മളെ അത് നമുക്ക് ഹാപ്പിനെസ് തരത്തില്ല. ഒട്ടുമിക്ക ആൾക്കാരുടെയും ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന വിഷയംസ് ഇതൊക്കെയാണ്. അവർ റിസ്ക് എടുക്കുന്നില്ല ചേഞ്ച് ചെയ്യാൻ വേണ്ടി. കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ തന്നെ അവർ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചായാലും, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലെ കാര്യത്തെക്കുറിച്ചായാലും, വി ആർ ഫിയർഫുൾ ഓഫ് ടേക്കിംഗ് റിസ്ക് ഇൻ ദ ഫോം ഓഫ് ടേക്കിംഗ് ഡിഫറെൻ്റ് ആക്ഷൻസ്. വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികളിൽ കൂടെ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കാറില്ല. ഇറ്റ്സ് എ റിസ്കി ആക്ഷൻ. മനസ്സിലായില്ല? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി ചിന്തിച്ച് ജീവിക്കുക എന്നുള്ളത് റിസ്ക്കാണ്. ആ റിസ്ക് ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് റിട്ടേൺ കിട്ടത്തുള്ളൂ. അപ്പം ആ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറി ചിന്തിക്കുകയും ഇന്നലെ വരെ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചിന്തിച്ചിരുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന രീതിയിൽ നമ്മൾ മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കും. അപ്പോൾ നമുക്ക് ചേഞ്ച് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് തരും. അപ്പോൾ അത് നമ്മുടെ ലൈഫിനെ മാറ്റും, ഏത് കാര്യത്തെക്കുറിച്ചായാലും. അപ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പ് നമുക്ക് സുഖകരമല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ചേഞ്ച് നമുക്ക് അത്യാവശ്യമാണ്. ആ ചേഞ്ചിനെ നമുക്ക് ഇതുവരെ നമ്മൾ തുടർന്നുകൊണ്ട് വന്ന രീതിയിൽ നമ്മൾ മാറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഏത് റിലേഷൻഷിപ്പാണ്, എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണെന്ന് അവിടെ പറയുന്നില്ല, ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് കാര്യത്തിൽ നമുക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നിശ്ചിത വരുമാനം കിട്ടുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എല്ലാം ഭയങ്കര സ്പെൻഡ് ചെയ്ത് പോകുന്നു, വേസ്റ്റായിട്ട്. മീൻസ് നമ്മൾ അനാവശ്യമായി ചിലവഴിക്കുന്നു. മന്ത് എൻഡിൽ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും കാണത്തില്ല, നമ്മുടെ സേവിങ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മാസങ്ങളോളം വർഷങ്ങളോളം നമ്മൾ ഈ ഒരു ഹാബിറ്റിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കിതിരെ കാര്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഒന്നും ഇല്ല പേഴ്സണൽ ലൈഫിൽ. അത് നമ്മുടെ ഫാമിലി എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി ചിലവാക്കുന്നുണ്ട്. പാഴ്ചിലവുകൾ നമ്മൾ പറയും, വേസ്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പോൾ അത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫൈനാൻസിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാൻ സാധിക്കും. ദെയർ ബൈ വി ക്യാൻ സേവ് മണി. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നിരുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതിനെ നമ്മൾ ഇല്ലാതാക്കണം. എന്നിട്ട് പുതിയ നമ്മുടെ ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കണം. അതിന് നമ്മൾ റിസ്ക് എടുക്കണം. ആ റിസ്ക് എടുക്കാൻ പലരും തയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്ഷൻ അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ആക്ഷൻസ് നമുക്ക് അത്യാവശ്യമാണ്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾക്ക് നിശ്ചിത വരുമാനം കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ ഓഫ് കോഴ്സ് നമുക്ക് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്, ചിലവുകളുണ്ട്. പക്ഷേ നമ്മുടെ മന്തിൽ നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും നമ്മുടെ ഇൻകത്തിനെ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സിനനുസരിച്ച് അവിടെ പോയി നമുക്ക് ശമ്പളം കൂട്ടാനോ അല്ലെങ്കിൽ കൂട്ടിത്തനോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഏരിയ തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് നമ്മളെ മാനേജ് ചെയ്യാവുന്നതാണ്. എപ്പോഴാണ് നമുക്ക് സ്മാർട്ട് ഡിസിഷൻ. നമ്മുടെ സ്മാർട്ട് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുക, ആക്ഷൻസ് എടുക്കുക, ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഏരിയയാണ് സാലറി ഇൻക്രീസ്, വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം കൂട്ടിക്കൂട്ടി തരിക അല്ലെങ്കിൽ കൂട്ടിക്കൂട്ടി കിട്ടുക എന്നുള്ളത് നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മറന്നേക്കാം. അത് വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. 5 വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 10 വർഷത്തിലൊരിക്കലോ ഒക്കെ സംഭവിക്കുന്ന കാര്യമായിരിക്കും ഹൈക്ക് ഇൻ സാലറി അല്ലെങ്കിൽ വേജ് ഇൻക്രീസ് എന്നുള്ളത്. അവിടെ നമുക്ക് കൺട്രോളില്ല, അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ഇല്ല. ഒത്തിരി കാലമായി നമ്മൾ ഒരേ ശമ്പളത്തിലും ഒരേ വേജിലൊക്കെ നമുക്ക് ജോലി ഉണ്ടല്ലോ. പക്ഷേ നമുക്ക് കൺട്രോൾ ഉള്ളത് നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ്, നമ്മൾ സ്പെൻഡ് ചെയ്യും, നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റിലാണ് നമുക്ക് കൺട്രോൾ ഉണ്ടാകേണ്ടത്. അവിടെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, മീൻസ് ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെ നമ്മൾ ഈ വേസ്റ്റേജ് നമ്മുടെ ലൈഫിൽ പാഴ്ചെലവുകളുണ്ടാകും, തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. അവിടെ നമ്മൾ മനസ്സിലാക്കി അതിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു
ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് നമ്മൾ റിസ്ക് എടുക്കണം. എന്നുവെച്ചാൽ തുടർന്നുകൊണ്ട് വരുന്ന ആക്ഷൻസിനെ സ്റ്റോപ്പ് ചെയ്ത് പുതിയ ആക്ടിവിറ്റീസിനെ നമ്മൾ സ്വീകരിക്കാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള റിസ്ക് ടേക്കിംഗ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉറപ്പാക്കാൻ സാധിക്കും. അങ്ങനെ ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫിയാണ് നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത്. പക്ഷേ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല, ഇതാണ് ഒരു ലോജിക്കലായിട്ടുള്ള സ്റ്റാൻഡ്, റാഷണലായിട്ടുള്ള സ്റ്റാൻഡ് ഇതാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ അതിനെ മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ആക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള ആക്ഷൻസ്, പ്രവൃത്തികൾ ഉണ്ടാകണം. അതിന് നമുക്ക് ക്രിയാത്മകമായിട്ടുള്ള ക്രിയേറ്റീവ് തോട്ട്സ് ഉണ്ടാകണം, ഹെൽത്തി തോട്ട്സ് ഉണ്ടാകണം. കാരണം എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ തോട്ട്സാണ്, അല്ല നമ്മുടെ തിങ്കിങ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മളുടെ ആക്ഷൻസ്. അപ്പോൾ ആക്ഷൻസ് ക്രിയേറ്റീവ് ആണെങ്കിൽ, ഹെൽത്തി ആണെങ്കിൽ റിസൾട്ട് വേറെ കുറേ ഹെൽത്തിയും ക്രിയേറ്റീവ് ആയിരിക്കും, മറിച്ചാകാൻ സാധ്യതയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ആക്ഷനോടൊപ്പം തന്നെ, ആക്ഷൻ നമുക്ക് അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ആക്ഷൻ ആയിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ള ആളായിരിക്കണം. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് അത് ഏതെങ്കിലും രീതിയിലുള്ള വാല്യൂസ്, വർത്തുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ നമ്മളൊരിടത്ത് പോകുന്നതായാലും ഒരാളോട് സംസാരിക്കുന്നതായാലും സ്ഥിരമായിട്ട് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന പല ആക്ടിവിറ്റീസ്, അതൊക്കെ നമ്മുടെ ലൈഫിന് വർത്ത് അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാക്കി തരുന്നതാണോ അതോ മറിച്ചാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, വർത്തും വാല്യൂ ഉണ്ടാക്കി തരുന്നില്ലെങ്കിൽ അത് നമ്മുടെ ക്രിയേറ്റീവ് എൻഗേജ്മെൻ്റ് അല്ല, ക്രിയേറ്റീവ് ആക്ഷൻസ് അല്ല നമ്മൾ മനസ്സിലാക്കുക. അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഗ്രാജുവലായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാക്കാനും നമുക്ക് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.